ഞാൻ ജാനകി, ബാങ്കിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഭർത്താവ് ഒരു ഡോക്ടറാണ്. ചേട്ടൻ ഒമാനിലാണ്. ഞാനും എൻ്റെ 2 പെൺമക്കളും ഒരുമിച്ചാണ് താമസിക്കുന്നത്. എൻ്റെ കുട്ടികളിൽ ഒരാൾ 3ലും മറ്റൊരാൾ 5ലുമാണ് പഠിക്കുന്നത്. ചേട്ടൻ 6 വർഷമായി അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതിനിടയ്ക്ക് 2 തവണ നാട്ടിൽ വന്നു. എൻ്റെ കല്യാണ സമയത്ത് ചേട്ടൻ എറണാകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് വിദേശത്ത് പോയത്. ചേട്ടൻ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ തറവാട്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു വീട് വെച്ചു. അവിടെ ചേട്ടൻ്റെ അമ്മയുമായി സഹകരിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ മാറിയത്. ഇപ്പോൾ തറവാട്ടിൽ ചേട്ടൻ്റെ സഹോദരിയാണ് താമസിക്കുന്നത്. അവൾ ഭർത്താവായി പിരിഞ്ഞ് കുട്ടികളുമായി വീട്ടിൽ വന്നു. അവളുടെ ഭർത്താവ് ഒരു കുടിയനാണ്. കുടിച്ച് വീട്ടിൽ വന്ന് അവളെയും കുട്ടിയെയും ഉപദ്രവിക്കും. അവൾ കുറേ സഹിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പപ്പയെ വിളിച്ച് പറഞ്ഞു, അതായത് എൻ്റെ അമ്മായിയപ്പനെ. പപ്പ അങ്ങോട്ട് ചെന്ന് അവനെ എടുത്തിട്ട് അലക്കി. എന്നിട്ട് അവളെയും പിള്ളേരെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു. പപ്പ ഒരു റിട്ടയർഡ് ഗവൺമെൻറ് ഓഫീസറായിരുന്നു. ഇപ്പോൾ 2 വർഷമായി കൃഷിപ്പണി ചെയ്ത് പപ്പ ജീവിക്കുന്നു. ഒരുപാട് സ്ഥലമുണ്ട്. അതിൽ പല കൃഷികളും പപ്പ ചെയ്യുന്നുണ്ട്. അവൾ ഒരു ടീച്ചറാണ്. ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി ഇവിടുത്തെ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ നല്ല കൂട്ടുകാരെ പോലെയാണ്. അവൾ പറയും, നമ്മൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യണം, സ്വന്തമായി ഒരു വരുമാനം വേണം, അപ്പോഴാ ഒരു വിലയുള്ളൂ എന്ന്. അത് ശരിയാ സിന്ധു എന്ന് ഞാനും പറയും. അവളുടെ പേര് സിന്ധു എന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് സഹദേവൻ എന്നും. ഇടയ്ക്കെൻ്റെ അമ്മായിയപ്പൻ ഞങ്ങളുടെ അടുത്ത് വരും, ക്ഷേമം അന്വേഷിക്കും. കൂടെ മമ്മിയും വരും. ഇപ്പോൾ മാറി താമസിച്ചത് കൊണ്ട് പിണക്കങ്ങളില്ല. മമ്മി ഇടയ്ക്ക് കുട്ടികളെ കാണാൻ വരും. കുട്ടികൾക്ക് പപ്പയെ വലിയ കാര്യമാണ്. പപ്പ ബുള്ളറ്റിനാണ് വരുന്നത്. അതിൽ കുട്ടികളെ കയറ്റി ഒന്ന് ചുറ്റിയടിക്കും. ഞാൻ ആഗ്രഹിക്കും, ചേട്ടൻ എവിടെ ആയിരുന്നെങ്കിൽ എന്നെയും ഇതുപോലെ കൊണ്ടുപോയനെ എന്ന്. എന്താ ചെയ്യുക, ഞാൻ ചേട്ടനോട് പറയും, ഇങ്ങോട്ട് വാ, ഇവിടെ ജോലി ചെയ്യാമെന്നൊക്കെ. പക്ഷെ പുള്ളി പറയുന്നത് കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് വന്ന് ജോലി ചെയ്യുള്ളൂന്നാ. അവരെ പഠിപ്പിക്കണ്ടേ, അതിന് പണം വേണം. അതുകൊണ്ടിപ്പോൾ നാട്ടിലേക്കില്ല. ഇതാണ് ചേട്ടൻ്റെ തീരുമാനം. പപ്പ വരുമ്പോൾ എന്നോട് ഇടയ്ക്ക് പറയും, മോളവനോട് ഇവിടേക്ക് വരാൻ പറയുന്നു. ഞാൻ ചേട്ടൻ പറഞ്ഞത് പപ്പയോട് പറയും. പപ്പ എന്നെ നോക്കി ചിരിക്കും. അങ്ങനൊരു ദിവസം സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പപ്പ പറഞ്ഞു, ജാനകി, നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുക. ഈ പ്രായത്തിൽ അനുഭവിക്കേണ്ടത് ഇപ്പോൾ തന്നെ അനുഭവിക്കണം, അല്ലാതെ മൂത്ത് നരച്ചിട്ടല്ല. അവനോട് ഇടയ്ക്ക് വരാൻ പറയണം. അത് കേട്ട് ഞാനും ചിരിച്ചു. എനിക്ക് കാര്യം മനസ്സിലായി. എനിക്കിപ്പോൾ 36 വയസ്സായി. എൻ്റെ യൗവനം നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ അനുഭവിക്കേണ്ടത് രോഗങ്ങൾ വന്ന് കിടപ്പായിട്ട് മതിയോ എന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ കൂടെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ചില ആണുങ്ങൾ എൻ്റെ പുറകെ ഉണ്ട്. ചില രാത്രികളിൽ എനിക്ക് വട്ടുപിടിക്കും. ആരെങ്കിലും വിളിച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇതുവരെ അങ്ങനെ ചെയ്തില്ല. ഒരു ദിവസം ഞാൻ കുട്ടികളെ വഴക്ക് പറയുമ്പോഴാണ് പപ്പ വീട്ടിലേക്ക് കയറി വരുന്നത്. അന്ന് കുട്ടികളുമായി പപ്പ പുറത്തേക്ക് പോയി കറങ്ങി വന്നു. പപ്പ പോകാൻ നേരം എന്നോടായി പറഞ്ഞു, എടി മോളെ, നിൻ്റെ വട്ടിന് നീ കുട്ടികളെ വെറുതെ ചീത്ത പറയരുത്. എന്നിട്ടെന്നെ നോക്കി ചിരിച്ചിട്ട് പോയി. എനിക്ക് കാര്യം പിടികിട്ടി. എൻ്റെ കൊതിയൊക്കെ പപ്പ മനസ്സിലാക്കിയിരിക്കുന്നു. അതെൻ്റെ മനസ്സിനെയും ബാധിച്ചു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ചേട്ടനിനി വരാൻ 1 വർഷം കൂടി കഴിയും. ഞാൻ ബാങ്കിലുള്ളവരോട് പോലും ചില സമയത്ത് ദേഷ്യപ്പെടും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മേരി ചേച്ചി എന്നോട് പറയും, ജാനകി, കെട്ടിയോൻ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന്. ഞാൻ മിക്ക രാത്രിയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പക്ഷെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എഴുന്നേറ്റ് ഹാളിൽ വരും. സോഫയിൽ ചാരിക്കിടക്കും. ഉറക്കം വരില്ല. അവിടെ നിന്നും വീണ്ടും എഴുന്നേക്കും. എന്നിട്ട് കുട്ടികളുടെ റൂമിൽ പോയി നോക്കും. അവർ കൂർക്കം വലിച്ചുറക്കമായിരിക്കും. വീണ്ടും എൻ്റെ റൂമിലേക്ക് വന്ന് കിടക്കും. പിന്നെ പരിപാടി തുടങ്ങും. ആ ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങിപ്പോകും.
അങ്ങനെയാണ് മിക്ക ദിവസവും ഞാൻ ഉറങ്ങാറ്. അങ്ങനൊരു ദിവസം പപ്പ വന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിത്തന്നു. അന്നും പപ്പ കുട്ടികളെയും കൊണ്ട് പുറത്തു പോയി. അന്ന് കാറും കൊണ്ടാണ് പപ്പ വന്നത്. അന്ന് സിന്ധുവിൻ്റെ കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അവരുമായി പപ്പ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ എൻ്റെ പണികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്. പപ്പ നേരെ അടുക്കളയിലേക്ക് വന്നു. അന്ന് ആദ്യമായി കാണുന്ന പോലെയാണ് പപ്പ എന്നെ നോക്കിയത്. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഓ, എന്നിട്ട് പോകും മോളെ, പപ്പ പറഞ്ഞു. ഞാനൊരു കട്ടൻ റെഡിയാക്കി പപ്പയുടെ അടുത്തേക്ക് നടന്നു. പപ്പ ഹോളിൽ കുട്ടികളുമായി തമാശയും പറഞ്ഞ് ചിരിക്കുകയാണ്. ഞാൻ പപ്പയുടെ അടുത്തേക്ക് ചെന്നു. പപ്പ ഇതാ ചായ. ചായ നീട്ടുമ്പോൾ ഞാനൊന്ന് താഴ്ന്നു. പപ്പ എന്നെ നന്നായി നോക്കി ചായ വാങ്ങി. അത് കണ്ട് പപ്പ ചിരിച്ചു. കൂടെ ഞാനും പുഞ്ചിരിച്ചു. തിരിഞ്ഞ് നടക്കുമ്പോൾ ഞാൻ വെറുതെ തിരിഞ്ഞ് കുട്ടികളെ നോക്കി. പപ്പ ആ സമയത്ത് എന്നെ തന്നെ നോക്കി നിൽക്കായിരുന്നു. പപ്പ നോക്കുന്നുണ്ടോ എന്നറിയാനാണ് ഞാൻ കുട്ടികളെ നോക്കിയത്. ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ പപ്പ എന്നെ നോക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുക്കള എത്തുന്ന മുമ്പ് ഒന്നും കൂടി തിരിഞ്ഞു നോക്കി. അപ്പോഴും പപ്പ എന്നെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ അടുക്കളയിൽ വന്ന് എൻ്റെ പണി തുടങ്ങി. എന്നോട് പപ്പയ്ക്ക് എന്തോ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പപ്പ നല്ല ആരോഗ്യമുള്ള ആളാണ്. പൊക്കത്തിനൊത്ത വണ്ണവും നല്ല കട്ടി മീശയും. എന്നും പറമ്പിൽ പണി ചെയ്യുന്ന ആളായതുകൊണ്ട് കയ്യിൽ നല്ല തഴമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പപ്പ അടുക്കളയിലേക്ക് വന്നു. എന്നോട് കുറേ നേരം സംസാരിച്ചു. അപ്പോഴൊക്കെ പപ്പ എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ തിരിയുമ്പോഴും. പിന്നെ പപ്പ യാത്ര പറഞ്ഞു പോയി. പപ്പ പോയതിനു ശേഷം എനിക്കെന്തോ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ റൂമിലേക്ക് വന്ന് എൻ്റെ കട്ടിലിരുന്നു. എന്നിട്ട് പപ്പയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. അപ്പോഴേക്കും എനിക്ക് ചങ്കിടിപ്പ് കൂടി. എന്നിലെന്തോ മാറ്റങ്ങൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഈശ്വര, ഞാൻ പപ്പയെ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനത് തിരിച്ചറിഞ്ഞു. അന്നുറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട് നെട്ടി ഉണർന്നു. ഞാനും പപ്പയും കൂടി ഈ റൂമിൽ. അതും ആലോചിച്ച് ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും എൻ്റെ നൈറ്റിയിൽ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഞാൻ വേഗം ബാത്റൂമിൽ പോയി കഴുകി വന്ന് കിടന്നു. ഞാൻ പപ്പയെ ഓർത്തു. ഞാൻ അറിയാതെ ചിരിച്ചുപോയി. ഞാൻ പപ്പയെ വളക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതും ആലോചിച്ച് ഞാൻ ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞ് എന്നെ മമ്മി വിളിച്ചു പറഞ്ഞു, സിന്ധുവിനും കൊച്ചിനും പനിയാണ്, ആശുപത്രിയിലാണെന്ന്. ഞാൻ വൈകുന്നേരം വരാമെന്നും പറഞ്ഞു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ കുട്ടികളെയും കൂട്ടി ഒരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ ജോലിക്ക് പോകുമ്പോൾ 2 വീലറിലാണ് പോവാറ്. പക്ഷേ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് പോകാൻ പറഞ്ഞു. വൈകുന്നേരം കുട്ടികളുമായി 2 വീലറിൽ പോകണ്ട, എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓട്ടോയിൽ പോയത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പപ്പ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. പുള്ളി കുട്ടികളെ അടുത്തേക്ക് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ സിന്ധുവും ഒരു കുട്ടിയും കട്ടിലിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ സിന്ധുവിനോട് ചോദിച്ചു, മമ്മി എവിടെയെന്ന്. മമ്മി ബെല്ലടക്കാൻ പോയതാണെന്ന് അവൾ പറഞ്ഞു. പപ്പ കുട്ടികളുമായി പുറത്തേക്കിറങ്ങി. ഞാൻ ചോദിച്ചു, എന്തു പറ്റിയടി, പപ്പയ്ക്കിന്ന് ഭയങ്കര ഗൗരവമാണല്ലോ. എടി, അത് കുറച്ചു മുമ്പ് മമ്മിയും പപ്പയും വലിയ ഉടക്കായിരുന്നു. അതെന്ത് പറ്റി? ഞാൻ അവളെ നോക്കി ചോദിച്ചു. എടി, അത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എന്താ കാര്യം? അവൾ ചിരിച്ചു. എന്നിട്ട് എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, എടി, പപ്പയ്ക്ക് ഗോപാലൻ ചേട്ടൻ്റെ ഭാര്യയില്ലേ തങ്കമണി ചേച്ചി, ആ ചേച്ചിയുമായി എന്തോ ബന്ധം. അത് പറഞ്ഞ് അവൾ ചിരിച്ചു. ഞാൻ അവളെ നോക്കി ചിരിച്ചു. അപ്പോൾ സിന്ധു പറഞ്ഞു, എടി, റൂമായതുകൊണ്ട് ഞാൻ നാണം കെട്ടില്ല, വാർഡ് വല്ലതുമായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ. അവളെന്നെ നോക്കി പറഞ്ഞു. ഞാനത് കേട്ട് വീണ്ടും ചിരിച്ചു. അപ്പോഴേക്കും മമ്മി വന്നു. മമ്മിയും ഗൗരവത്തിലാണ്. അവിടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. പപ്പ അങ്ങോട്ട് വന്ന് സിന്ധുവിനോട് പറഞ്ഞു, എടി മോളെ, ഞാൻ പോകുക. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പേ,
എന്നാൽ ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടേക്ക്. പപ്പ അതിന് സമ്മതിച്ചു. മമ്മി സിന്ധുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അവളുടെ ഒരു കുട്ടി അവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചതാണ് ഞങ്ങളുടെ കൂടെ പോരാൻ. പക്ഷേ അവൻ വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ സിന്ധു പറഞ്ഞു, ജാനകി, അവൻ വരില്ലടി. ഇവന്മാർ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ രണ്ടാളും ഒന്നിച്ചേ പോകൂ. അങ്ങനെ ഞാൻ അവിടെ നിന്നിറങ്ങി. പോരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് മേടിച്ചു. അപ്പോൾ ഞാൻ പപ്പയോട് ചോദിച്ചു ചിരിച്ചുകൊണ്ട്, എന്താ പപ്പ, മുഖത്ത് നല്ല ഗൗരവമുണ്ടല്ലോ. അത് കേട്ട് പപ്പ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ല. അത് വെറുതെ. സിന്ധു പറഞ്ഞല്ലോ അവിടെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് വഴക്കായിരുന്നുവെന്ന്. പപ്പ എന്നെ ഒന്ന് നോക്കി. എന്താ പപ്പ പ്രശ്നം? ഞാൻ വീണ്ടും ചോദിച്ചു. അത് ജാനകി, അവൾക്ക് സംശയം, അല്ലാതെന്താ, പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൂടെ ഞാനും ചിരിച്ചു. എന്ത് സംശയമാണ് പപ്പ? ഞാൻ ചോദിച്ചു. പപ്പ എന്നെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചു. ഞാനൊരു നമ്പർ ഇട്ട് നോക്കി. പപ്പ, ഞാൻ പതുക്കെ വിളിച്ചു. എന്നാടി? പപ്പ എന്നെ നോക്കി ചോദിച്ചു. പപ്പയ്ക്ക് വല്ല ബന്ധം വല്ലതും ഉണ്ടോ? കുട്ടികളൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ പപ്പയെ നോക്കി. അപ്പോൾ പപ്പ പറഞ്ഞു, ഏയ് ഇല്ലടി. ഞാൻ വീണ്ടും ചോദിച്ചു. അല്ല പപ്പ, പപ്പയെ മമ്മി വെറുതെ അങ്ങനെ സംശയിക്കുമോ? പപ്പ എന്നെ നോക്കി. എന്തെങ്കിലും കാര്യം കാണില്ലേ പപ്പ? പപ്പ കുട്ടികളെ നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടി, അത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, പറഞ്ഞു തരണം. ആ, പറഞ്ഞു തരാടി, നിൻ്റെ സംശയവും തീർത്തു തരാം. പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് മതി പപ്പ, എനിക്ക് തീർത്ത് തരണം. അതും പറഞ്ഞ് ഞാൻ പപ്പയെ നോക്കി. അപ്പോഴും എൻ്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. പപ്പ പല ഭാഗത്തേക്കും നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ പതിയെ പപ്പയെ വിളിച്ചു. പപ്പ ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാൻ പപ്പയോട് പറഞ്ഞു, ഇനി രാവിലെ പോയാൽ പോരെ എന്ന്. പപ്പ എന്നെ നോക്കി. ഞാനപ്പോൾ ചിരിച്ചു. അപ്പോഴേക്കും കുട്ടികൾ ഉറക്കം തൂങ്ങി തുടങ്ങിയിരുന്നു. പപ്പ അപ്പോൾ എന്നെ നോക്കി പറഞ്ഞു, ജാനകി, പിള്ളേർക്ക് ഉറക്കം വന്നു. നീ അവർക്ക് കിടക്കാനുള്ള സെറ്റപ്പ് ചെയ്യും. ശരി പപ്പ, ഞാൻ പറഞ്ഞു. പപ്പ അപ്പോൾ സെറ്റിയിലിരുന്നു. പപ്പയോടൊപ്പം കുട്ടികളും ഇരുന്നു. ഞാൻ എൻ്റെ റൂമിൽ പോയി കണ്ണാടിയിൽ നിന്ന് നോക്കി. എന്നിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നോട് സ്വയം പറഞ്ഞു, ഇന്ന് തന്നെ പപ്പയെ സ്വന്തമാക്കണം. എൻ്റെ ചങ്കിടിപ്പ് കൂടി. മുടിയെല്ലാം അഴിച്ചിട്ട് ഞാൻ വേഗം ഡൈനിങ് ഹാളിലേക്ക് വന്നു. പപ്പ അപ്പോഴും സോഫയിലിരിക്കുന്നുണ്ട്. പപ്പ എന്നെ ഒന്ന് നോക്കി. ഞാൻ കുട്ടികളെയും വിളിച്ച് അവരുടെ റൂമിലേക്ക് പോയി. കുട്ടികൾ കയറിക്കിടന്നു. മമ്മി ഗുഡ് നൈറ്റ്, അവർ പറഞ്ഞു. ഗുഡ് നൈറ്റ് ഞാനും പറഞ്ഞു. അവരുടെ ഡ്രസ്സ് എടുത്ത് ഞാൻ ഹാളിലേക്ക് വന്നു. പപ്പ അല്പം പണിയുണ്ട്, ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പപ്പയുടെ റൂമിലേക്ക് പോയി. ഞാൻ അടുക്കളയിൽ വരുമ്പോൾ പപ്പ അവിടെയുണ്ട്. എന്നെ നോക്കി. പപ്പ കിടക്കണ്ടേ? ഞാൻ ചോദിച്ചു. പപ്പ എന്നെ മൊത്തത്തിൽ നോക്കി ഒന്ന് ചിരിച്ചു. ആടി കിടക്കണം, പപ്പ പറഞ്ഞു. ഞാൻ അടുക്കള വാതിലടച്ചു. പപ്പ എന്നെ നോക്കി നിൽക്കാണ് ഞാൻ വാതിലടക്കുമ്പോൾ. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ നോക്കല്ലേ, ഇനി ഇതിൻ്റെ പേരിലായിരിക്കും മമ്മി സംശയിക്കുന്നത്. അതും പറഞ്ഞ് ഞാൻ ചിരിച്ചു. അവൾ സംശയിക്കട്ടെ മോളെ, അവളുടെ അടുത്തേക്ക് 10-16 വർഷമായിട്ട് ഞാൻ പോയിട്ടില്ല. പപ്പ എന്നെ നോക്കി പറഞ്ഞു. അതെന്താ പപ്പ? ഞാൻ ചോദിച്ചു. എടി മോളെ, എന്നും കുറ്റം മാത്രം പറയുന്ന അവളോട് എന്തെങ്കിലും സ്നേഹം തോന്നുമോ? പപ്പ പറഞ്ഞു. ഇല്ല എന്ന് ഞാൻ തലയാട്ടി. അതുകൊണ്ടാ മോളെ ഞാൻ ഇങ്ങനെ പല ബന്ധത്തിലും ആയിപ്പോയത്, പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പപ്പയെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ പപ്പയ്ക്ക് പുറകെ ഹാളിലേക്ക് നടന്നു. ആ സമയം അടുക്കളയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഹാളിൽ വന്നു. അപ്പോൾ ഞാൻ പപ്പയോട് ചോദിച്ചു, അപ്പോൾ പപ്പയ്ക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലേ? ഉണ്ട്, പപ്പ പറഞ്ഞു. ആ ബന്ധത്തിൽ കുട്ടികളുണ്ടോ പപ്പ? ഞാൻ തമാശ പോലെ ചോദിച്ചു. പപ്പ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇല്ലടി,
അതൊന്നുമില്ല. അതിനു മുമ്പേ നമ്മൾ പ്രതിരോധിക്കില്ലേ? പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അത് നല്ലതാ പപ്പ. അതും പറഞ്ഞ് ഞാൻ റൂമിൽ പോയി പപ്പയ്ക്ക് കൊടുക്കാനായി ചേട്ടൻ കൊണ്ടുവന്ന ഒരു മുണ്ടുണ്ട്, അത് കൊണ്ടുവന്ന് കൊടുത്തു. പപ്പ എന്തിനു പോകണ്ട, ഞാനൊരു റൂം കാണിച്ചിട്ട് പറഞ്ഞു. പപ്പ ആ റൂമിൽ കിടന്നു. പപ്പ എന്നെ നോക്കി. ആ നോട്ടം കാണുമ്പോൾ അറിയാം പപ്പ എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പപ്പ ആ മുറിയിലേക്ക് കയറി. ഞാൻ വാതിൽക്കൽ ചെന്ന് നോക്കി നിന്നു. ഞാൻ പപ്പയെ ഇളക്കാനായി ഒന്ന് പറഞ്ഞു. പപ്പയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നും ഇല്ലല്ലോ അല്ലേ? പപ്പ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് മോളെ. ആണോ? പേടിയുണ്ടെങ്കിലേ ആ ബന്ധത്തിലുള്ള ഒരുപാട് പേരില്ലേ, അവരെ ഓർത്ത് കിടന്നാൽ മതി. ഞാൻ കട്ടിൽപ്പടിയിൽ ചാരി നിന്ന് കൈ കെട്ടിക്കൊണ്ടാണ് അത് പറഞ്ഞത്. പപ്പ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്നോർക്കുന്നത് അവരെ ആരെയുമല്ല. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെയാണെന്ന്. പക്ഷേ അറിയാത്ത മട്ടിൽ ഞാൻ ചോദിച്ചു, പിന്നെ ആരെയാ പപ്പ? പപ്പ എന്നെ നോക്കി ചിരിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, അവളൊരു സുന്ദരി പെണ്ണാണ്. ഞാൻ എൻ്റെ മുടി പിറയിൽ കൂടി ചുറ്റി വെച്ചു. എന്നിട്ട് പപ്പയെ നോക്കി വീണ്ടും ചോദിച്ചു, ആണോ പപ്പ, അത്രയ്ക്ക് സുന്ദരിയാണോ? ആണോന്നോ? അവളെ ആദ്യമായി കണ്ടപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതാ മോളെ. പപ്പ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് വീണ്ടും തുടർന്നു, എടി, അവളുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാ. ഏ, അതെന്താ? ബാക്കി കൊള്ളില്ലേ? എനിക്ക് ചങ്കിടിപ്പ് കൂടി. എല്ലാം കൊള്ളാടി, എല്ലാം സൂപ്പറാണ്. ആണോ? അവൾക്ക് ഭർത്താവില്ലേ പപ്പ? ഞാൻ ചോദിച്ചു. ഉണ്ട് മോളെ, അവനൊരു കോന്തനാ. ഇത്രയും സുന്ദരി പെണ്ണിനെ ഇവിടെ ഇട്ടിട്ട് അവൻ വിദേശത്ത് ജോലിക്ക് നടക്കുക. ഓ, കഷ്ടമല്ലേ പപ്പ. അവർക്ക് കുട്ടികളുണ്ടോ? ഞാൻ ചോദിച്ചു. ഉണ്ടടി, 2 കുഞ്ഞു കാന്താരികൾ. ആ സമയത്ത് ഞാനൊന്ന് എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു, എനിക്കിനി എൻ്റെ അമ്മായപ്പൻ മതി. ഞാൻ വീണ്ടും ഒരു ചൂണ്ടയിടാൻ തീരുമാനിച്ചു. പപ്പ, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. എന്നെ ഒരാൾ ഉപദ്രവിക്കുന്നത്. എനിക്ക് പേടിയാണ് പപ്പ. ആണോ? പേടിയാണെങ്കിൽ മോൾ ഒറ്റയ്ക്ക് കിടക്കണ്ട, എവിടെ കിടന്നോ, പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പപ്പ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചുറ്റുമൊന്ന് നോക്കി. എൻ്റെ തൊട്ടടുത്ത് സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു. ഞാൻ ആ സ്വിച്ച് ബോർഡിൽ ലൈറ്റിൻ്റെ സ്വിച്ച് അമർത്തി. ലൈറ്റ് കെട്ടു. മൊത്തം കൂരാക്കൂരിരുട്ട്. ആ ഇരുട്ടിൽ ഒരാൾക്ക് അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് പോലും മനസ്സിലാകില്ല. എന്നാലും ഞാൻ ലൈറ്റ് ഓഫാക്കി വാതിൽ പതിയെ ചാരി പപ്പ നിൽക്കുന്ന അടുത്തേക്ക്, അതായത് ഒരു ഊഹം വെച്ച് ഒന്ന് നടന്നു ചെന്നു. പിന്നീട് അവിടെ വെച്ചുണ്ടായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. പപ്പയാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നന്നായി സാധിച്ചും തന്നു.